Hello friends, welcome back to Isu Math Academy. Isu Math Academy യിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് മെൻസുറേഷനിലെ 3D ഷേപ്സ് എന്ന പോർഷൻ ആണ് നമ്മൾ ഇന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 3D ഷേപ്സ് മെയിനായിട്ട് PSCയിൽ ചോദിക്കുന്ന 5 ഷേപ്സ് ആണ് ഉള്ളത്. ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ, കോൺ ആൻഡ് സ്ഫിയർ. ഈ 5 ഷേപ്സിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പഠിക്കും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യും. സോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ്സും എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ ചോദിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ 3D ഷേപ്സ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻസ് ഉള്ള ഷേപ്പാണ്. അപ്പോൾ 3D ഷേപ്സ് ആദ്യം പഠിക്കണമെങ്കിൽ നമുക്ക് 2D ഷേപ്സിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരു ഐഡിയ വേണം. അപ്പോൾ നിങ്ങൾ സ്ക്വയർ, റെക്ടാങ്കിൾ തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ ഏരിയയും പെരിമീറ്റർ ഒക്കെ കാണുന്ന ഇക്വേഷൻസ് ഒന്ന് ക്ലിയർ ആക്കണം. ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് വരിക. അതുമായി ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ 3D ഷേപ്സും പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇക്വേഷൻസ് ഒരിക്കലും മറന്നു പോകില്ല. നമുക്ക് മറന്നാലും നമുക്ക് എടുത്ത് ഈ ചിത്രം കണ്ടാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരയ്ക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആ രീതിയിലാണ് ഇത് പഠിക്കേണ്ടത്. ബൈഹേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻസ് തന്നെയാണ്. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചാൽ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവും. സോ നമുക്ക് ഫസ്റ്റ് ഞാൻ തുടങ്ങാൻ പോകുന്നത് ക്യൂബോയിഡ് വെച്ചിട്ടാണ്. ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്യൂബോയിഡ്. ഒരു റെക്ടാങ്കിൾ ആണ് ഷേപ്പ്. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള 3 ഡയമെൻഷനിലുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നത് ഈ ബോക്സ്, ഇതൊരു ക്യൂബോയിഡ് ആണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, മേലെയും ഒരു റെക്ടാങ്കിൾ ഉണ്ട്. ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വേറെയും റെക്ടാങ്കിൾസ് ആണ് ഉള്ളത്. അതായത് മൊത്തം 6 റെക്ടാങ്കിൾസ് ആണ് ഒരു ക്യൂബോയിഡ് ഉണ്ടാവുക. ഇതിന് 3 ഡയമെൻഷൻസ് ഉണ്ടാവും. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വോളിയം കാണുന്ന ഇക്വേഷനിൽ എപ്പോഴും 3 സാധനങ്ങൾ ഉണ്ടാവും. ഇനി അതായത് ഇപ്പോൾ റേഡിയസ് ആണെങ്കിലും റേഡിയസിന് നമ്മൾ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്ന ഒരു സംഭവം വോളിയത്തിൽ ഉണ്ടാവും. എല്ലാ വോളിയത്തിന്റെ ഇക്വേഷനിലും അത് ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ഇതിന്റെ സൈഡ്സ് ഒക്കെ മാർക്ക് ചെയ്യാണ്. ഇത് നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം, ഇത് ബ്രെഡ്ത്ത്, ഇത് ഹൈറ്റ് ആയിട്ടും എടുക്കാം. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു നെയിമിംഗ് ആണ്. അത് എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം. ബേസിക്കലി 3 സാധനങ്ങൾ ക്യൂബോയിഡിൽ ഉണ്ടാവും: ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇത് 3ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് അതിന്റെ വോളിയം കിട്ടുക. അതായത് വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു B ഇൻറ്റു H. ഇനി വോളിയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് എത്രത്തോളം സാധനങ്ങൾ അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്, അതാണ് അതിന്റെ വോളിയം. വോളിയമായി പിന്നെ 3D ഷേപ്പിൽ വേറൊരു കാര്യം വരുന്നത് എന്ന് പറഞ്ഞാൽ അത് സർഫസ് ഏരിയ ആണ്. ആ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറമേ ഉള്ള ഏരിയ, അതായത് ഇതിന്റെ ഉള്ളിലുള്ള ഏരിയ സംഭവങ്ങളാണ് വോളിയം. ഇതിന്റെ പുറമേ ഉള്ള ഈ ഷേപ്പിന്റെ ഏരിയാസ് ആണ് സർഫസ് ഏരിയ. അപ്പൊ ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെയുള്ള ഈ റെക്ടാങ്കിളിന്റെ ഏരിയ ഉണ്ടാവും. ഇതേപോലത്തെ ഒരു റെക്ടാങ്കിൾ ഇതിന്റെ ബാക്ക് സൈഡിലും ഉണ്ടാവും, ഇപ്പുറത്തുണ്ടാവും. അതുപോലെ ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതേപോലത്തെ റെക്ടാങ്കിൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്, അതേപോലത്തെ റെക്ടാങ്കിൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ മൊത്തം 6 റെക്ടാങ്കിൾസ് ആണ് ഉള്ളത്. അതിൽ 3 റെക്ടാങ്കിൾസ് സെയിം ആയിരിക്കും. അത് നമുക്ക് ഓരോ റെക്ടാങ്കിളിന്റെ ആയിട്ട് ഏരിയ നോക്കാം. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ, അതാ ഞാൻ പറഞ്ഞ ആദ്യം നിങ്ങൾ റെക്ടാങ്കിളിന്റെ ഏരിയ പഠിക്കണം. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ LH ആയിരിക്കും, L ഇൻറ്റു H ആയിരിക്കും. അതുപോലെ ഇവിടെയുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ B ഇൻറ്റു H ആയിരിക്കും. വേറെ ഒരു റെക്ടാങ്കിളും ഉണ്ട്, അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ L ഇൻറ്റു B ആയിരിക്കും. അപ്പുറത്തുള്ള റെക്ടാങ്കിളിലെ ഈ അടിയിലുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ L ഇൻറ്റു B ആയിരിക്കും. അങ്ങനത്തെ ഓരോന്നും 2 എണ്ണം വീതം ഉണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു LH പ്ലസ് BH പ്ലസ് LB. ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ഓർഡർ ഒന്നും ഇതിൽ ബാധിക്കുന്ന കാര്യമില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. മൊത്തം 6 റെക്ടാങ്കിൾസ് ഉണ്ടാവും. 3 റെക്ടാങ്കിളിന്റെ ഏരിയ കൂടെ ആഡ് ചെയ്താൽ അതിന് മൊത്തം സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിന്റെ വോളിയം കാണാൻ ഒരു ഇക്വേഷൻ, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് സിമ്പിൾ ആയിട്ട് പറയും, അത് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാവും. ഇതിന് പുറമെ നമുക്ക് ക്യൂബോയിഡിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട്. ഇതിലെ മാക്സിമം ലെങ്ത് എത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണലിന്റെ ലെങ്ത് ആണ്. ഇതിന്റെ ഉള്ളിലൂടെയുള്ള മാക്സിമം ലെങ്ത് എത്രയെന്ന് വെച്ചാൽ അത് അതിന്റെ ഡയഗണലിന്റെ ലെങ്ത് ആണ്. അത് കാണാൻ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. √(2
എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻസും ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ PSCക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ, കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇത് ഇത്രയാണ് ക്യൂബോയിഡിൽ അറിയേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ക്യൂബും കൂടെ നോക്കാം, എന്നിട്ട് ക്യൂബും ക്യൂബോയിഡും ബേസ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോബ്ലംസും കൂടെ ചെക്ക്ഔട്ട് ചെയ്യാം. ക്യൂബോയിഡ് പറഞ്ഞിട്ടുള്ളൂ. ക്യൂബോയിഡിൽ പറഞ്ഞതെല്ലാം റെക്റ്റാങ്കിൾ ആയിരുന്നു, അതെല്ലാം സ്ക്വയർ ആയി. അത്ര മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. വേറെ ഒരു വ്യത്യാസവും ക്യൂബോയിഡും ക്യൂബും തമ്മിലില്ല. അതായത് ഇവിടെ LBH എന്നൊക്കെ പറഞ്ഞിട്ട് സൈഡുകൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം ഈക്വൽ ആയി. അപ്പൊ എല്ലാം നമുക്ക് L ആയിട്ട് എടുക്കാം. ബാക്കി ഇക്വേഷൻസ് ഒക്കെ സെയിം ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം L ആയി കഴിഞ്ഞാൽ പിന്നെ വോളിയം എത്ര ആയിരിക്കും? നിങ്ങൾക്ക് നേരത്തെ ആലോചിച്ചാൽ മതി. 3 സാധനങ്ങൾ തമ്മിൽ ഇൻറ്റു ചെയ്താലായിരിക്കും ഇങ്ങനത്തെ ഒരു ഷേപ്പിന്റെ വോളിയം ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ വോളിയം എന്തായിരിക്കും? ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ L into L, അതായത് L ക്യൂബ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 3 കാര്യങ്ങൾ ഇൻറ്റു ചെയ്താലായിരിക്കും അതിന്റെ മൊത്തം പവർ 3 ആയിരിക്കും. അത് എല്ലാ വോളിയത്തിലും അത് സെയിം ആയിരിക്കും. നേരത്തെ LBH 3 സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഇവിടെ അതുപോലെ 3 പ്രാവശ്യം നമ്മൾ Lനെ ഇൻറ്റു ചെയ്തു. അപ്പൊ ഇതിന്റെ വോളിയം കിട്ടി. ഇനി നമുക്ക് ക്യൂബിന്റെ നോക്കാനുള്ളത് ഇതിന്റെ സർഫസ് ഏരിയ ആണ്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. അത് ഇവിടെ ഇപ്പൊ ഞാൻ ഈ ബോക്സ് പറഞ്ഞില്ലേ, ഇതുപോലത്തെ 6 ഷേപ്പുകളായിരിക്കും, പക്ഷെ ഇതെല്ലാം സ്ക്വയർ ആയിരിക്കും. ഒരു ക്യൂബിക് ബോക്സ് ആലോചിക്കുക നിങ്ങൾ. നമ്മൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്ന റൂബിക്സ് ബോക്സിൽ അത് ആലോചിച്ചാൽ മതി എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയേഴ്സ് ആയിരിക്കും. ഒരു സ്ക്വയറിന്റെ ഏരിയ ഇവിടെ നമുക്ക് L ആണ് സൈഡ്, അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം L സ്ക്വയർ ആയിരിക്കും. അങ്ങനത്തെ സെയിം ലെങ്ത്തിൽ 6 സ്ക്വയറുകളായിരിക്കും. അപ്പൊ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ഏരിയ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത് RL സ്ക്വയർ ആയിരിക്കും. ഇത്രേ ഇതിലും ഇക്വേഷൻസ് ഉള്ളൂ. L ക്യൂബ് RL സ്ക്വയർ. മുമ്പ് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ കപ്പാസിറ്റി ഓഫ് എ ക്യൂബിക്കൽ മഗ് is 1 liter. The length of its edge is, അതിന്റെ എഡ്ജ് എത്ര ലെങ്ത് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യൂബിക്കൽ എന്ന് പറഞ്ഞാൽ ക്യൂബ് തന്നെയാണ്. ക്യൂബോയിഡിക്കൽ എന്ന് പറഞ്ഞാലേ ക്യൂബോയിഡ് ആവുള്ളൂ. അപ്പൊ ക്യൂബിക്കൽ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ് തന്നിട്ടുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ 1000 സെന്റിമീറ്റർ ക്യൂബ് വോളിയം ഉള്ള ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ അതിന്റെ എഡ്ജ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്ര ആയിരിക്കും എന്നാണ് നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ L ക്യൂബ് ആയിരിക്കും. അതായത് 1000 എന്ന് പറഞ്ഞാൽ L ക്യൂബ് ആണ്. 1000ന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ മതി. 1000ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ L വിൽ ബി 10 സെന്റിമീറ്റർ. സിമ്പിൾ കാര്യങ്ങളാണ്. ഇക്വേഷൻസ് പഠിച്ചാൽ വേറെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പൊതുവെ ഈ ഭാഗത്ത് 3D ഷേപ്സ് നിന്ന് വരാറില്ല. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് മിക്കവാറും വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഹൗ മെനി 5 സെന്റിമീറ്റർ ക്യൂബ്സ് can be obtained from a cube whose edge is 20 centimeter. അതായത് വലിയ ഒരു 20 സെന്റിമീറ്റർ എഡ്ജ് ഉള്ള ഒരു വലിയ ക്യൂബ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് 5 സെന്റിമീറ്ററിന്റെ എത്ര ക്യൂബ്സ് എടുക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ വലിയ ക്യൂബ്, ഒരു വലിയ ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറിയ 5 സെന്റിമീറ്റർ ക്യൂബ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞാൽ ഈ വോളിയത്തിന് നമ്മൾ ഈ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ നമ്പർ കിട്ടും. അതായത് നമുക്ക് ആദ്യം 20 സെന്റിമീറ്റർ ക്യൂബിന്റെ വോളിയം കാണണം. അത് കാണേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ആ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. നമ്പർ ഓഫ് ക്യൂബ്സ് എത്ര ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് വലിയ ഇതിന്റെ സൈഡ് 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ വോളിയം എത്ര ആയിരിക്കും? 20 × 20 × 20, 3 20 വരും. അതുപോലെ അടുത്ത ചെറിയ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 5 × 5 × 5 എന്ന് വരും. ഈ 25 വെട്ടുക, അങ്ങനെ എല്ലാം വെട്ടിയാൽ ഇവിടെയൊക്കെ 4 ആയിരിക്കും. 4 × 4 × 4 ചെയ്താൽ നമുക്ക് 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണെന്ന് അറിയാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെറിയ എത്ര ക്യൂബ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 64 ആയിരിക്കും. ഇത് മുമ്പ് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ക്യൂബിൽ നിന്നും ക്യൂബോയിഡിൽ നിന്നൊക്കെ ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 3 ഷേപ്സും കൂടെ നോക്കാം. അപ്പൊ ഇനി അടുത്ത 3D ഷേപ്പ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഫിയർ ആണ്. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ക്രിക്കറ്റ് ബോൾ, ഫുട്ബോൾ അങ്ങനത്തെ എന്തെങ്കിലും 3 ഡയമെൻഷനിലുള്ള ഒരു ബോൾ ഷേപ്പിലുള്ള സംഭവമാണ് സ്ഫിയർ. സ്ഫിയർ നമുക്ക് 3 ഡയമെൻഷനൽ ആയിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. കാരണം ഒരു ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് സർക്കിൾ ആയിട്ട് തോന്നും, ആക്ച്വലി അത് സർക്കിൾ അല്ല, അത് മനസ്സിലാക്കുക. അപ്പൊ സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4/3 πr³ ആണ്. ഇതിന്റെ റേഡിയസ് r ആണെങ്കിൽ, സ്ഫിയറിന്റെ റേഡിയസ് r ആണെങ്കിൽ അതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. r-നെ നമ്മൾ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വോളിയത്തിൽ എപ്പോഴും 3 സാധനങ്ങൾ ഉണ്ടാവും. r × r × r ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ക്വാണ്ടിറ്റിയെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോഴാണ് വോളിയം കിട്ടുക. അത് ഏത് ക്വാണ്ടിറ്റി ആവാം. ഇവിടെ റേഡിയസിനാണ് ചെയ്യുന്നതെന്നുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൈ എന്ന് പറഞ്ഞ സംഭവം,
ഈ പൈ വരുന്നത് എന്തെങ്കിലും ചിത്രത്തിൽ എന്തെങ്കിലും ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വേഷനിൽ പൈ വരുള്ളൂ. ക്യൂബോയിഡിലും ക്യൂബിലും ഒന്നും ഒരിക്കലും പൈ വരാത്തത് അതുകൊണ്ടാണ്. ആക്ച്വലി പൈ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ടു ഡയമീറ്റർ എന്നാണ് അതിന്റെ ശരിക്കുള്ള ഡെഫിനിഷൻ. അതായത് ഒരു സർക്കിളിന്റെ ചുറ്റളവിനെ അതിന്റെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് പൈ. അതായത് സർക്കിളിന്റെ ആണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിൽ എവിടെയെങ്കിലും ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇക്വേഷനിൽ പൈ വരൂ. അത് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ പൈ വരുന്ന ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നതിൽ സിലിണ്ടർ ഉണ്ട്, കാരണം സിലിണ്ടർ താഴെ ഒരു സർക്കിളാണ്. കോണിലും ഉണ്ട്, സ്ഫിയറിലും പൈ വരും, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ. ഇനി ഇതിന്റെ സർഫസ് ഏരിയ കൂടെ കാണാനുള്ള ഇക്വേഷൻ കൂടെ പഠിക്കാം. സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4πr² ആയിരിക്കും. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, ഇവിടെ r സ്ക്വയറേ ഉള്ളൂ, അതായത് r-ന് 2 പ്രാവശ്യം ഉണ്ട് എന്നുള്ളൂ. ഏരിയന്റെ ഇക്വേഷനിൽ എപ്പോഴും 2 ക്വാണ്ടിറ്റീസേ ഉണ്ടാവുള്ളൂ. വോളിയത്തിന്റെ ആണെങ്കിൽ ഇവിടെ 3 എണ്ണം ഉണ്ടാവും. ഇത് r തന്നെ ആവണമെന്നില്ല, എന്ത് സാധനങ്ങളും ആവാം. മൊത്തം കൗണ്ട് ചെയ്ത് നോക്കിയാൽ 3 സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. നമ്പേഴ്സിനെ അവോയ്ഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ 4πr² ആയിരിക്കും ഇതിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ if the surface area and volume of a sphere are in the ratio 1:2, what is the radius of this sphere? ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയയും വോളിയം തമ്മിലുള്ള റേഷ്യോ 1:2 ആണെങ്കിൽ അതിന്റെ റേഡിയസ് എന്തായിരിക്കും എന്നാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി സ്ഫിയറിൽ ചോദിക്കാറുള്ളത്. ഒന്നുമില്ല, ഡയറക്റ്റ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സർഫസ് ഏരിയ ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് സർഫസ് ഏരിയന്റെ ഇക്വേഷൻ ഉണ്ട്, ഇവിടെ വോളിയത്തിന്റെ ഇക്വേഷൻ ഉണ്ട്. ഈ വോളിയത്തിന്റെ ഇക്വേഷൻ ഇങ്ങോട്ട് കൊണ്ടുപോവാം, r³ ആവും. അപ്പൊ ഈ 4πയും വെട്ടി, ഈ by3 ഉള്ളത് തിരിച്ച് മേലോട്ട് പോകും. ഇവിടെ ഉള്ള r² വെട്ടി, ഇവിടെ ഒരു r³ വെട്ടി, ഒരു r ഇവിടെ ബാക്കി ഉണ്ടാവും. അപ്പൊ മൊത്തത്തിൽ നമുക്ക് മേലേക്ക് ഒരു 3 ഉണ്ടാവും, താഴേക്ക് ഒരു 6 ഉണ്ടാവും. ഇതാണ് റേഷ്യോ ആക്കി എഴുതുമ്പോൾ നമുക്ക് ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇത് 1:2 ആണെന്ന് തന്നിട്ടുണ്ട്. 1:2 നമ്മൾ ഫ്രാക്ഷൻ ആക്കി 1/2 ആക്കി എഴുതി. ജസ്റ്റ് r-നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് r = 6 സെന്റിമീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൂടുതലൊന്നും ആലോചിക്കാനൊന്നുമില്ല. 2 ഇക്വേഷൻസ് എഴുതുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെട്ടിപ്പോക്കുക. ഇവിടെ വെട്ടിപ്പോക്കിയതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. 4ഉം വെട്ടി, പൈയും വെട്ടി, r² r³ വെട്ടിയപ്പോൾ താഴെ ഒരു 6 ബാക്കി ഉണ്ടാവും. ഇവിടെ by3 ആണ്, by3 തിരിച്ചു വരുമ്പോൾ മേലോട്ട് എത്തും, 3/r ആയി മാറും, =1/2. അപ്പോൾ നമുക്ക് r = 6 സെന്റിമീറ്റർ കിട്ടി. ഇനി സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് PSC ചോദിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും മുമ്പ് PSC ഡിഗ്രി ലെവലിലോ +2 ലെവലിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ദ വോളിയം ഓഫ് എ സ്ഫിയർ ഈസ് ഡിവൈഡഡ് ബൈ ദ സർഫസ് ഏരിയ, ദ റിസൾട്ട് ഈസ് 30 സെന്റിമീറ്റർ. ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഈസ്, നേരത്തെ ചെയ്ത അതുപോലെ തന്നെ, പക്ഷെ ഇവിടെ വോളിയത്തിനെ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ 30 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഇതേപോലെ തന്നെ റേഷ്യോ എഴുതിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത്. വോളിയാണ് മേലെ തന്നിട്ടുള്ളത്. അപ്പോൾ 4/3πr³ ഡിവൈഡഡ് ബൈ 4πr². നേരത്തെ പോലെ 4πയും വെട്ടി, ഇവിടെ ഉള്ള 3 തവണ താഴേക്ക് എത്തും, കാരണം ഇവിടെയാണ് 3 ഉള്ളത്, 3 ഇങ്ങോട്ടാണ് പോവുക. ഈ r³ r² വെട്ടി, മേലെ ഒരു 6 ബാക്കി ഉണ്ടാവും. അതായത് r/3 എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ആണ്. ഇനി r ആണ് കാണേണ്ടത്. സോ r = 90 സെന്റിമീറ്റർ. Another simple question and another simple solving. കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഒന്നുമില്ല. സ്ഫിയറിൽ 2 ഇക്വേഷൻസേ ഉള്ളൂ, അത് പഠിക്കുക. ഇനി നമ്മൾ സിലിണ്ടറിലേക്ക് മൂവ് ചെയ്യണം. 3D ഷേപ്പ് നമുക്ക് പഠിക്കാനുള്ളത്, PSC പഠിക്കാനുള്ളത് സിലിണ്ടർ ആണ്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ തന്നെ ആലോചിക്കുക. ഈ പെൻ ഒരു സിലിണ്ടർ ആണ്, നിങ്ങൾ ശരിക്കും നോക്കിയാൽ അറിയാം സിലിണ്ടറിന്റെ ഷേപ്പിലാണുള്ളത്. പക്ഷെ ഇവിടെ ജസ്റ്റ് ഉണ്ട്, അത് നോക്കണ്ട. അതായത് ഇതിന്റെ 2 അറ്റത്തും സർക്കിൾ ഉണ്ടാവും. ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാവും, ഇവിടെയും ഒരു സർക്കിൾ ഉണ്ടാവും, ഇങ്ങോട്ടൊരു ഹൈറ്റും ഉണ്ടാവും. ഇങ്ങനെയാണ് സിലിണ്ടർ വരിക. ഈ സർക്കിളിന്റെ റേഡിയസ് r ആയിരിക്കും. ഈ ഹൈറ്റ് h ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം = πr² ആയിരിക്കും. അതായത് ഇവിടെയുള്ള സർക്കിളിന്റെ ഏരിയ ആണ് ഈ πr². അതിനെ ആ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ അതിൽ മൊത്തം എത്ര സാധനം കൊള്ളും, അതായത് അതിന്റെ വോളിയം എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സിലിണ്ടർ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ അപ്പൊ ഈ ചിത്രം ആലോചിക്കുക, അതായത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ആലോചിക്കുക. അപ്പൊ അതിന്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാം. താഴെ ഒരു സർക്കിൾ ഉണ്ടാവും, സർക്കിൾ ഉണ്ടെങ്കിൽ πr² അവിടെ വരും. അതിനെ ആ ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഹൈറ്റ് നമുക്ക് h ആണെന്ന് അറിയാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് πr²h കിട്ടി. ഇനി നമുക്ക് സിലിണ്ടറിന്റെ സർഫസ് ഏരിയ ആണ് പഠിക്കാനുള്ളത്. സിലിണ്ടറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ
പുറത്തുള്ള ഏരിയാസ് കൂട്ടിയാൽ എത്ര ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെയും ഒരു സർക്കിൾ ഉണ്ട്. ഒരു സർക്കിളിന്റെ ഏരിയ നിങ്ങൾക്ക് അറിയാം πr² ആണ്. അപ്പൊ 2 πr² ഉണ്ടാവും, മേലെ ഒരു സർക്കിൾ താഴെ ഒരു സർക്കിൾ. അപ്പൊ സർഫസ് ഏരിയയിൽ നമ്മൾ ആദ്യം 2 πr² എന്ന് എഴുതുക. കഴിഞ്ഞിട്ടില്ല, കാരണം ഈ 2 സർക്കിളേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഇടയിലുള്ള ഈ സാധനത്തിന്റെ ഏരിയയും കൂടി ഇതിൽ കൂട്ടേണ്ട ആവശ്യം വരും. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു സർക്കിളാണ്, സർക്കിളിന്റെ ഷേപ്പിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പെരിമീറ്ററിനെ അതിന്റെ ഹൈറ്റ് കൊണ്ട് ഇൻഡു ചെയ്യുക, അതായത് 2πrh ആയിരിക്കും. ഇത് മൊത്തം കൂട്ടിയാലാണ് ഒരു സിലിണ്ടറിന്റെ സർഫസ് ഏരിയ കിട്ടുക. ഈ ഇക്വേഷനും ഇങ്ങനെ ആലോചിച്ചിട്ട് പഠിക്കുക, ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2 സർക്കിൾ ഉണ്ട്, അതിന്റെ നടുവിലുള്ളത് ഒരു സർക്കിളിന്റെ രൂപത്തിലുള്ള ഒരു ഹൈറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ആ സർക്കിളിന്റെ പെരിമീറ്റർ എടുത്തിട്ട് അതിന്റെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടും. വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വോളിയാണ്. വോളി ആവുമ്പം ഇവിടെ 2 ആറും ഉണ്ട്, ഒരു എച്ചും ഉണ്ട്, 3 സാധനങ്ങൾ ഇൻഡു ചെയ്തായിരിക്കും വോളിയം കിട്ടുക. സർഫസ് ഏരിയയിൽ എപ്പോഴും 2 സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 സാധനങ്ങൾ, ഇവിടെയും 2 സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ എണ്ണം കൂടുന്നില്ല, അത് ശ്രദ്ധിക്കുക. ആഡ് ചെയ്യുന്നതിൽ നമ്മൾ എണ്ണം കൂടില്ല. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺ ആണ്. കോണും കൂടെ നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. കോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സിലിണ്ടറിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. അടിയിൽ സിലിണ്ടർ പോലെ തന്നെ ആയിരിക്കും, മേലോട്ട് കൂർപ്പിച്ച് പോവാ. ജോക്കറിനെ ആലോചിക്കുക. ജോക്കറിനെ ആലോചിക്കുമ്പോൾ നിങ്ങൾ കോൺ വരും. ജോക്കറിന്റെ തലയിലുള്ള തൊപ്പിയായിരിക്കും കോണ്. അതായത് ഇങ്ങനെ പോവാ, ഇതായിരിക്കും ഒരു കോണ്. അപ്പൊ ഇത് ഏകദേശം സിലിണ്ടർ പോലെ തന്നെയാണ്, മേലോട്ട് കൂർപ്പിച്ച് പോയി എന്നുള്ളൂ. അതായത് സിലിണ്ടറിന്റെ 1/3 ഭാഗമായിരിക്കും കോണ്. അത് എപ്പോഴും ആലോചിക്കുക, ഇക്വേഷൻ ബൈഹേർട്ട് ചെയ്യാതെ ഓർമ്മിച്ച് വെക്കാനുള്ള ഐഡിയ ആണ് അത്. അതായത് വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ 1/3 πr²h ആയിരിക്കും. നേരത്തെ നമ്മൾ എഴുതിയ വോളിയം πr²h ആയിരുന്നു, അതിനൊരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോണിന്റെ വോളിയം കിട്ടും. ബാക്കി അളവുകളൊക്കെ സെയിം തന്നെ. ഇത് h, ഇവിടെ 6. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു സർക്കിളേ ഉള്ളൂ. നേരത്തെ 2 സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഒരു ഇക്വേഷൻ മാറും, നമ്മുടെ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ മാറും. നമുക്ക് ഈ ഭാഗത്തിന്റെ സർഫസ് ഏരിയയും കൂടെ കണ്ട അതും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഫിഗർ അല്ല, ഇങ്ങോട്ട് ചെരിഞ്ഞാണ് പോകുന്നത്. അപ്പൊ ഈ ചെരിഞ്ഞ ലെങ്ത് നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് ഇതിന്റെ സർഫസ് ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇവിടെ 6 ഉണ്ട്, ഇവിടെ h ഉണ്ട്. ഈ ഹൈറ്റ് സ്ട്രെയിറ്റ് ഹൈറ്റ് ആണ് h, ഈ l വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടിന്യൂസ് ആണ് l. അപ്പൊ l കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ l is equal to √r² + h². ഇത് അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് സർഫസ് ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുമ്പോൾ πrl എന്നാവും. അതായത് മൊത്തം സർഫസ് ഏരിയ πr² + πrl എന്നാവും. നേരത്തെ 2πrh ആയിരുന്നു. അതിന് കാരണം ഇങ്ങനെ ത്രൂ ഔട്ട് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതിന്റെ സർക്കംഫറൻസ് ഇങ്ങനെ എടുത്തത്. ഇവിടെ അങ്ങനെ ഇല്ല, ഷേപ്പ് ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് πr എന്നേ എടുക്കുള്ളൂ. πrl എന്നാണ് അതിന്റെ ആ ഭാഗത്തിന്റെ, അതായത് ഇത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. അങ്ങനത്തെ ടേംസ് ഒന്നും ശരിക്കും PSC എക്സാംസിൽ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ: സർഫസ് ഏരിയന്റെ ഇക്വേഷൻ, വോളിയത്തിന്റെ ഇക്വേഷൻ. ഓഫ് എ ബേസ് ഓഫ് എ സിലിണ്ടർ ആൻഡ് കോൺ ആർ ഇൻ ദ റേഷ്യോ 3:4. വോളിയം ഓഫ് ദി സിലിണ്ടർ ആൻഡ് കോൺ ആർ ഇൻ ദ റേഷ്യോ 9:8. then the heights are in the ratio എത്ര ആയിരിക്കും എന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. അതായത് റേഡിയസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, മൊത്തം വോളിയത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റിന്റെ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതിയിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ആദ്യം വോളിയം ഓഫ് സിലിണ്ടർ, ഇത് വോളിയം ഓഫ് സിലിണ്ടർ, ഇത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് കോൺ. രണ്ടിന്റെ ഇക്വേഷൻ എഴുതാം. ഒന്ന് πr²h ആയിരിക്കും, മറ്റേത് 1/3 πr²h ആയിരിക്കും. അപ്പൊ ഇതിൽ രണ്ടിലും റേഡിയസ് ഒക്കെ വ്യത്യാസമുണ്ട്, ഹൈറ്റും വ്യത്യാസത്തിൽ വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെട്ടിപ്പോക്കാൻ പറ്റൂല, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് വെട്ടിപ്പോക്കാൻ പറ്റുന്ന ഒരു സാധനം ഉള്ളത് π ആണ്. π രണ്ടിലും സെയിം ആണ്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതാം. ആറിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, 3:4 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3², ഇവിടെ 4². പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു 1/3 ഉണ്ടാവും, അത് ഇവിടെ എഴുതാം. ഇൻറ്റു ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പൊ ഇത് h1 ആയിട്ടും ഇത് h2 ആയിട്ടും എടുക്കുക. അപ്പുറത്ത് മൊത്തത്തിലുള്ള വോളിയത്തിന്റെ റേഷ്യോ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 9/8 ആണ് തന്നിട്ടുണ്ട്. ഇനി തന്ന സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് എഴുതുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 9/16. h1 h2 അവിടെ തന്നെ ഉണ്ടാവും. 3 മേലോട്ട് പോകും, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. 3 × 9 = 9/8 എന്നാവും. ഇനി നമുക്ക് വെട്ടിപ്പോക്കാനുള്ളതൊക്കെ വെട്ടിപ്പോക്കാം. ഈ 9 വെട്ടാം, ഈ 9 വെട്ടാം, 16 വെട്ടാം, 8 വെട്ടാം, ഇവിടെ ഒരു 2 ബാക്കിയാവും. ഇനി അപ്പൊ നമ്മളോട് ചോദിച്ചത് രണ്ട് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ്. അപ്പൊ h1/h2 എന്ന് പറഞ്ഞാൽ
ഈ 2 അപ്പുറത്തേക്ക് പോകും, എന്നാലേ നമുക്ക് റേഷ്യോ ആയിട്ട് കിട്ടുള്ളൂ. ഈ 3 ഇങ്ങോട്ടും പോകും, 2/3 h1. അതായത് രണ്ട് ഹൈറ്റുകളും തമ്മിലുള്ള റേഷ്യോ 2:3 ആയിരിക്കും നമ്മുടെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വോളിയത്തിന്റെ സിലിണ്ടറിന്റെ വോളിയവും കോണിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻസ് എഴുതി, തന്ന വാല്യൂസ് റേഷ്യോ ഡയറക്റ്റ് അതിൽ പുട്ട് ചെയ്തു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. മൊത്തം വോളിയം തന്നിട്ടുണ്ട് 9:8. അതിൽ നിന്ന് വെട്ടിപ്പോക്കിയിട്ട് രണ്ട് ഹൈറ്റുകളും തമ്മിലുള്ള റേഷ്യോ കിട്ടി. 2:3 ആയിരിക്കും ഹൈറ്റുകൾ തമ്മിലുള്ള റേഷ്യോ. വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് മാക്സിമം ഷെയർ ചെയ്യുക. കമ്പനി ബോർഡ് എക്സാമിന് മുന്നേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ടോപ്പിക് എടുക്കാൻ കാരണം. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്, എന്നാലും എല്ലാവർക്കും ഐഡിയാസ് ഒക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പം വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ഇനിയും കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രം ഇസു മാത്ത് അക്കാദമി.